അപ്പോൾ താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ആ ഫ്ലവർ താങ്കൾക്ക് മനസ്സിൽ വിചാരിക്കാം. ഞാനതൊന്ന് എഴുതാൻ ശ്രമിക്കട്ടെ. ഏത് ഫ്ലവർ ആയിരുന്നു താങ്കൾ മനസ്സിൽ വിചാരിച്ചത്? റോസ്. റോസ് തന്നെയാണോ താങ്കൾ മനസ്സിൽ വിചാരിച്ചത്? ഉറപ്പാണോ? ട്രിക്സ്മാനിയ മെന്റലിസം ഷോയുടെ നെക്സ്റ്റ് എഫക്റ്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന പേര് അറുമുഖൻ. എവിടെന്നാ വരുന്ന? പാലക്കാട് നിന്ന് ആണ് അറുമുഖൻ ചേട്ടനാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ആ ഫ്ലവർ താങ്കൾക്ക് മനസ്സിൽ വിചാരിക്കാം. ഏത് രീതിയിൽ? ഒരു പേപ്പറിൽ മലയാളത്തിൽ അത് എഴുതിയിരിക്കുന്ന രീതിയിൽ മനസ്സിൽ വിചാരിക്കാം. ഓക്കെ, മലയാളത്തിൽ എഴുതിയിരിക്കുന്ന രീതിയിൽ മനസ്സിൽ വിചാരിച്ചിട്ട് റിപ്പീറ്റ് മനസ്സിൽ അത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. എന്താണ് താങ്കൾ ഇപ്പോൾ കണ്ടത്, ആ പേപ്പറിൽ കണ്ടത് എന്താണ് എന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കാം. റെഡിയാണോ? അപ്പോൾ താങ്കളുടെ മനസ്സിൽ താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്ലവർ ഉണ്ട്. ഞാനതൊന്ന് എഴുതാൻ ശ്രമിക്കട്ടെ. മലയാളത്തിൽ തന്നെ എഴുതാം. ഞാൻ എഴുതി കഴിഞ്ഞു. ഏത് ഫ്ലവർ ആയിരുന്നു താങ്കൾ മനസ്സിൽ വിചാരിച്ചത്? റോസ് ആയിരുന്നോ? ബന്ദി അല്ലായിരുന്നോ? ഷുവറാണോ? പക്ഷെ താങ്കൾ ബന്ദി മനസ്സിൽ വിചാരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അല്ല, റോസ് തന്നെയാണോ താങ്കൾ മനസ്സിൽ വിചാരിച്ചത്? ഉറപ്പാണോ? ഓക്കെ, അറുമുഖൻ അല്ലേ, പെരിന്തൽമണ്ണ. ഓക്കെ, എന്താണ് വർക്ക്, എന്താണ് ചെയ്യുന്നത്? കൺസ്ട്രക്ഷൻ മേഖലയിലുണ്ട്, ടാപ്പിംഗ് ജോലിയാണ്. ഓക്കെ, എന്താണ് ചോദ്യം? എന്താണ് ചോദ്യം? പറഞ്ഞാൽ ഈ പഴയ കാലത്തുള്ള ഈ പ്രേതം അല്ലെങ്കിൽ ഗോസ്റ്റ് അത് ഇപ്പോഴും വരുന്നുണ്ടോ? ഈ വീഡിയോ കൂടെ കാണുന്നത് അതിപ്പോഴും റിയൽ ആണോ എന്നുള്ളതാണോ? അതായത് ഗോസ്റ്റിന്റെ വീഡിയോസ് കുറെ കാണുന്നുണ്ട്, അത് റിയൽ ആണോ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ട്രിക്സ് ചാനലിൽ ഏറ്റവും അധികം നമ്മൾ എക്സ്പോസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ റിവീൽ ചെയ്തിരിക്കുന്നത് ഗോസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോകളാണ്. അതായത് അവിടെ പ്രേതത്തിനെ കണ്ടു, ഇവിടെ പ്രേതത്തിനെ കണ്ടു എന്ന് പറഞ്ഞിട്ടുള്ള നിരവധി വീഡിയോകൾ. നമ്മളിപ്പോൾ യൂട്യൂബിൽ ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്ത് കണ്ടന്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് എഞ്ചിൻ വഴി നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് റിസൾട്ട് കിട്ടുന്നത് ഏറ്റവും അധികം ആളുകൾ ഇവിടെ സെർച്ച് ചെയ്യുന്നത് സൂപ്പർ നാച്ചുറൽ ഗോസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോകളാണ്. കാണാൻ ആളുകൾക്ക് താല്പര്യം, അല്ലെങ്കിൽ അത് റിലേറ്റ് ചെയ്ത് എന്ത് വീഡിയോ ചെയ്താലും വളരെ നല്ല രീതിയിലുള്ള വ്യൂസ് കിട്ടും. കൊച്ചുകുട്ടികൾ മുതൽ പ്രായം ചെന്ന ആളുകൾ പോലും ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് ഈ വിഷയം ചർച്ച ചെയ്യാനാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ കാണാം. നാളിതുവരെ, ഇന്ന് ഈ നിമിഷം വരെ, ഈ ദിവസം വരെ നമ്മൾ സയൻസിന്റെ നേരത്തെ ഒരു ആൻസർ ചെയ്തപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ നാളെ ചിലപ്പോൾ ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ മാറ്റി പറയേണ്ടതായിട്ട് വരും. സോ ഈ നിമിഷം വരെ നമ്മൾ കണ്ടിട്ടുള്ള ഗോസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോകളും തന്നെ 100% വ്യാജമാണ്. അതിൽ ഒരുപാട് വീഡിയോകൾ എവിഡൻസ് അടക്കം നമ്മൾ ആളുകളെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് തട്ടിപ്പാണ്, അത് ക്രിയേറ്റഡ് ആണ്, ഗ്രാഫിക്സ് ആണ്, അല്ലെങ്കിൽ മറ്റൊരാൾ അഭിനയിക്കുന്നതാണ്, മറ്റ് ടെക്നിക്കുകൾ ഉപയോഗിച്ച് കാണിക്കുന്നതാണ്. ഇപ്പൊ ഗോസ്റ്റ് ഹണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഓരോ വീടുകളിലൊക്കെ പോയിട്ട് അവിടെ പ്രേതത്തിന്റെ സാന്നിധ്യം കണ്ടു, ഇവിടെ കണ്ടു എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുണ്ട്. ഇപ്പോൾ മലയാളത്തിലും വന്നിട്ടുണ്ട് അങ്ങനെ ഒരു ചാനൽ, കുറെ ആളുകൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഞാൻ ചലഞ്ച് ചെയ്യാണ് അങ്ങനെയുള്ള ആളുകളെ. കാരണം നിങ്ങൾ ഈ ഗോസ്റ്റിനെ കാണുന്നു, നിങ്ങൾ പോയി ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഗോസ്റ്റ് ഉണ്ട്, അതിന്റെ പ്രസൻസ് ഉണ്ടെന്നാണല്ലോ പറയുന്നത്. ഞാൻ നിങ്ങളോടൊപ്പം വരാൻ തയ്യാറാണ്, നമ്മളൊന്ന് കാണിച്ചു തരിക. ഗോസ്റ്റിനെ കാണാൻ ഞാൻ തയ്യാറാണ്, ഞാൻ വരാൻ തയ്യാറാണ്. പക്ഷെ ആരും അത് ഏറ്റെടുക്കാൻ തയ്യാറല്ല. ഞാൻ വരാൻ തയ്യാറാണ്, ഞാൻ ഇപ്പോഴും പറയാണ്, പ്രേക്ഷകരോട് തന്നെ പറയാണ്. അങ്ങനെ ആരെങ്കിലും ഇതേ രീതിയിൽ വീഡിയോ ചെയ്യുന്ന ഗോസ്റ്റ് കണ്ടേഴ്സ് പറയാണ് അവിടെ ഗോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകുമ്പോൾ ഞാനും വരാൻ കൂടാ, നമ്മളെ കൂടെ ഒന്ന് കാണിച്ചു തരിക. അത്രേ പറയുന്നുള്ളൂ. അതായത് ഇത് 100% വ്യാജമായിട്ടുള്ള ഒരു കാര്യമാണ്. പലരും വ്യക്തികളുടെ പല അനുഭവങ്ങൾ പലരും പറയും. ഇതിന്റെയൊക്കെ പിറകിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ രസകരമായിട്ടുള്ള തമാശകളും കോമഡികളും ആയിരിക്കും ഫലം. അത്രേ ഉള്ളൂ, അതല്ലാതെ മറ്റൊന്നും ഇതിൽ പറയാനില്ല. അപ്പൊ എന്തായാലും ഇവിടെ വന്നതിലും നമ്മളുമായിട്ട് സഹകരിച്ചതിലും ഒക്കെ ഉള്ള നന്ദി അറിയിക്കുന്ന അദ്ദേഹത്തിന് നല്ലൊരു കൈ കൊടുക്കും. ഓക്കെ.